പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയിട്ട് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വീട്ടിൽ കിട്ടിക്കാണുമല്ലോ അല്ലേ? അതുപോലെ എനിക്കും കിട്ടി ചെറിയൊരു ഗിഫ്റ്റ്. ചെറിയതല്ല, കുറച്ച് വലുത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പെട്ടിയുടെ പുറത്തെ പടമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് സംഭവം പിടി കിട്ടി കാണും. അതേ മിക്സി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി കാലമായൊരു മിക്സി വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നു. കാരണം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒത്തിരി പഴയതായിരുന്നു. അതുകൊണ്ട് പുതിയതൊരെണ്ണം വാങ്ങണമെന്ന് കുറച്ച് നാളായി വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ പ്രമാണിച്ച് എന്തെങ്കിലും ഓഫറൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കുറച്ചും കൂടെ താമസിപ്പിച്ചത്. അങ്ങനെയാണ് ഇപ്രാവശ്യം ഞങ്ങൾ പുതിയൊരു മിക്സി എടുത്തത് കേട്ടോ. സംഭവം കൈ കിട്ടിയ പിന്നെ ഒന്നും നോക്കിയില്ല. പിള്ളേർ ഞാനും കൂടെ എങ്ങനെയൊക്കെ വലിച്ചു പറിച്ച് ആ പെട്ടി പൊട്ടിച്ചു കേട്ടോ. അങ്ങനെ അതിനുള്ളിൽ ആദ്യം അതിൻ്റെ എന്തൊക്കെയോ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തുറന്ന് നോക്കി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഡീറ്റെയിലൊക്കെയാണ്. പിന്നെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ കുറച്ച് ഉണക്കച്ചെമ്മീനും കൊണ്ട് ആ വഴി വന്നത് കേട്ടോ. അപ്പോൾ അതിനെയും വെറുതെ വിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ മിക്സി ഓരോന്നോരോ പാർട്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളത് പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അത് തുറന്നു കഴിഞ്ഞപ്പം എങ്ങനെയാണ് എവിടെയാണ് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒന്നും എടുത്തിട്ട് ഇങ്ങോട്ട് പൊങ്ങുന്നില്ല. പിന്നെ ഓരോ സൈഡിൽ നല്ല ടൈറ്റാക്കി ഒന്നും ഇളകാത്ത രീതിയിലുള്ള പാക്കിംഗ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളത് എങ്ങനെയൊക്കെയാണ് തുറന്നെടുത്തത്. അങ്ങനെ ഓരോന്നും പുറത്തെടുത്ത് ഞങ്ങൾ വെച്ചു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് എത്ര കണ്ടപ്പോഴത്തേക്കും പിള്ളേർക്ക് മതി. എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലുള്ള സംഭവം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു അവർക്ക്. പിന്നെ അതിൻ്റെ പെട്ടിയും അതിലെന്താ പറയുക, ഈ പൊട്ടിക്കുന്ന ഒരു സൈസ് പേപ്പർ ഉണ്ടല്ലോ, ഇങ്ങനെ ബബിൾസ് ഉള്ള പേപ്പർ. അപ്പോൾ അതുകൂട്ടൊക്കെ പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവന്മാർ പോയി. പിന്നെ കുറേ പെട്ടിയും കാർഡ്ബോർഡ് കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും പെറുക്കി അവന്മാരുടെ പരിപാടി തുടങ്ങിയിട്ടു. അപ്പം ഞാനിത് ഓരോന്നായിട്ട് പെറുക്കി ഞാൻ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി തുറന്ന് നോക്കുമായിരുന്നു. ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിക്സി എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോൾ തൊട്ടുള്ള മിക്സിയാണ്. അതിന് മുന്നേ വാങ്ങിയ മിക്സിയാണ്. പിന്നെ അതിൻ്റെ മോട്ടറൊക്കെ 2-3 പ്രാവശ്യം മാറ്റിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ജാറ് പൊട്ടി ജാറ് മാറ്റി, അങ്ങനെ ഒത്തിരി ഞങ്ങൾ മാക്സിമം ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിക്സി മാക്സിമം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ അത് ഒഴിവാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പുതിയ മിക്സി വാങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ ഓരോ മിക്സി എടുത്ത് നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു 4 ജാറുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 ജാറിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ 4 ജാറുണ്ടായിരുന്നു ഇതിന്. ഇതൊരു ജ്യൂസ് ജാറാണ് കേട്ടോ. ഈ ജ്യൂസ് ജാർ എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക, ജ്യൂസായിട്ട് മാത്രം നമുക്ക് വേറെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബാക്കി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുള്ള അരിപ്പയ്ക്കുള്ളിൽ ഉണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ജ്യൂസ് ജാറിൻ്റെ രീതി എന്ന് പറയുന്നത്. പിന്നെയുള്ളത് അല്ലാത്ത 3 സാധാ മിക്സിക്ക് കാണുന്ന 4 ജാറുകളും ഉണ്ടായിരുന്നു. അരിയൊക്കെ അരിക്കാൻ പറ്റിയ കൂട്ട് വലിയതൊരെണ്ണവും പിന്നെ ഒരു മീഡിയം ടൈപ്പും പിന്നെ ഒരു ചെറുതും. നമുക്ക് എന്ന് പറഞ്ഞാൽ അടുക്കളയിലൊക്കെ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ആ വലുതും ചെറുതും. ഒരു ചെറുതിനാണ് ഏറ്റവും ഉപയോഗം. നമ്മൾ കറിക്കൊക്കെ അരയ്ക്കാനും എന്തെങ്കിലും കൃഷി ചെയ്യാനും ഒക്കെ ചെറുതല്ലേ അധികം ഉപയോഗിക്കുക. തേങ്ങ അരയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ഈ ജാറാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതേതായാലും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എൻ്റെ ഈ ക്ലിപ്പിടലൊക്കെയാണ് ഒരു ചടങ്ങെന്ന് പറയുന്നത്. മറ്റേ ഇത്രയും കാലം ഉണ്ടായിരുന്ന ജാറിന് ഇങ്ങനത്തെ ക്ലിപ്പുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതാണ് എനിക്കൊരു എക്സ്ട്രാ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. കുഴപ്പമില്ല, എന്നാലും ടൈറ്റായിട്ട് നമുക്ക് അരയ്ക്കാൻ വെച്ചിട്ടൊക്കെ എങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ലായിരുന്നു. കാരണം അത് നല്ല സേഫായിട്ട് തന്നെ ഇരുന്ന് അരച്ചോളും. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ലായിരുന്നു. മറ്റേ നമ്മളവിടെ നോക്കി നിൽക്കണം, ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. അങ്ങനെയൊക്കെ ആയിരുന്നു പഴയ മിക്സിയുടെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ജാറിൻ്റെ പരിപാടികളൊക്കെ. അപ്പോൾ ഇതാണ് മിക്സി എന്ന് പറയുന്നത്. മിക്സി ചെറുതാണ്, വളരെ നമുക്ക് കുറച്ച് സ്പേസ് മതി വെക്കാനൊക്കെ. അപ്പോൾ പഴയ മിക്സി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇത്രയും കൂടെ വലിപ്പം ഉണ്ടായിരുന്നു. പഴയ മോഡൽ മിക്സി ആയിരുന്നു. അപ്പം കുറച്ചൊരു സ്ഥലമൊക്കെ വേണ്ടി വന്നു. ഇതപ്പോൾ ആകുമ്പോൾ കുറച്ച് സ്പേസ് മാത്രം മതി. ഇത് ഏത് കമ്പനിയുടെയാണെന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണും. ബോച്ചയുടെ കമ്പനിയാണ്. അപ്പം ഇതിലുള്ള ഒരു MRP റേറ്റ് എന്ന് പറയുന്നത് 11,130 കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ 6,000 സംതിങ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഡിസ്കൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കോഴിക്കോട് ഒരു ഷോപ്പിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 5,000 സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ റേറ്റിൽ തന്നെ ഇവിടെയും തന്നു. അപ്പോൾ നമ്മൾ ഈ മിക്സിയൊക്കെ ഷോപ്പിലൊക്കെ പോയി മേടിക്കുമ്പം നമ്മളത് 2-3 ഷോപ്പിലൊക്കെ അന്വേഷിച്ചിട്ട് നമ്മൾ ഏതൊരു സാധനം വാങ്ങാവുള്ളൂ. കാരണം ഇതൊക്കെ കുറേയൊക്കെ അവരുടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. മിക്സിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ.